ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ അപ്പൂൻ്റെയും കണ്ണപ്പൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അപ്പൂനെയും കണ്ണപ്പനെയും വാങ്ങിച്ചപ്പോൾ ഉള്ള ഒരു കോലമാണ് ഈ കാണുന്നത്. കൂട്ടത്തിലൊരു പശുക്കുട്ടിയുണ്ട്. അത് നമ്മുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ച പശുക്കുട്ടിയാണ്. അതിനെയാണ് എൻ്റെ മോള് വന്നിട്ട് നോക്കുന്നത്. അപ്പോൾ അപ്പൂനെയും കണ്ണപ്പനെയും കണ്ടില്ലേ, ഈ പ്രായത്തിലാണ് എൻ്റെ അപ്പൂനെയും കണ്ണപ്പനെയും കിട്ടിയത് എനിക്ക്. അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അപ്പൂനെയും കണ്ണപ്പനെയും വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇത് അപ്പൂനെയും കണ്ണപ്പനെയും കുറച്ച് വന്നപ്പോൾ രാത്രി എടുത്ത ഒരു വീഡിയോ ആണ്. 2 ആഴ്ചയിൽ കൂടുതലായി ഈ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടി, അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വെറുതെ അവനെ കണ്ടപ്പോൾ ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിലെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പൂനെയും കണ്ണപ്പനെയും എൻ്റെ ചേട്ടൻ കുളിപ്പിക്കുന്നതാണ്. കുളിപ്പിക്കുമ്പോൾ ചേട്ടൻ്റെ കോലം ഈ രൂപത്തിലേ ആകുന്നുള്ളൂ. കാരണം നല്ല പാടാണ്. രണ്ടും നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഒരാൾ സൈലൻ്റ് ആണെങ്കിൽ ഒരാൾ സൈലൻ്റ് അല്ല. അവന് മുഖം തേക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ കണ്ടില്ല നിൽക്കണ കോലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പോത്ത് ചെളിയിലും വണ്ടലിലും ഒക്കെ കയറി ഉരുണ്ട് പെരണ്ട് കിടക്കും. പോത്തെന്ന് ഞാൻ അതിനെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഞങ്ങൾ പേരിട്ടിട്ടുള്ളതാണ് അപ്പുവും കണ്ണപ്പനും. അങ്ങനെ ചേട്ടൻ ഒരാളെ കുളിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് 2 പേരെ മാറിപ്പോകുന്നുണ്ട്. കാരണം അപ്പു ഏതാ കണ്ണപ്പൻ ഏതാ എന്ന് മാറിപ്പോകുന്നുണ്ട്. എനിക്ക് മാറിപ്പോകും. പക്ഷേ ചേട്ടന് കറക്റ്റായിട്ട് അറിയാം. ചേട്ടൻ ഈ വോയിസൊക്കെ ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നപ്പം ചേട്ടന് 100 കാര്യങ്ങളെ കൊണ്ട് ചേട്ടൻ അങ്ങനെ ഓടുന്നു. ഓരോ മാസത്തിലും ഓരോ ചിലവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചേട്ടൻ ഇരുന്ന് വോയിസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്നത്. ചേട്ടൻ ചെയ്യണമെങ്കിൽ കുറേ നല്ല കാര്യങ്ങളും അറിവുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. എങ്കിലും സോറി. നിങ്ങൾ കമൻറ്റിലൂടെ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഞങ്ങൾ ലൈവിൽ വരുമ്പോൾ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ണനാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഊഹം വെച്ചിട്ട് അപ്പു അപ്പുറത്തും കണ്ണനെയാണ് ചേട്ടൻ മുഖം തേപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ മുഖം തേക്കുക ഒരാൾക്ക് കണ്ട ഭയങ്കര കുഴപ്പങ്ങളാണ്. കാരണം ഇതിൻ്റെ കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, കുളിപ്പിക്കുന്ന ഒരു വീഡിയോ. ആ ചേട്ടൻ നിന്ന് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടാലും അത് ചേട്ടന് വീണ്ടും കുളിക്കേണ്ട ഒരവസ്ഥയിലാണ് എത്തിക്കുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവർ കൊണ്ട് എത്തിക്കുന്നത്. കാരണം ഇവരെ എടുത്തിട്ട് തന്നെ 1 വർഷം ആവാൻ പോകുന്നു. ഞാൻ ഇപ്പോഴാണ് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലോങ് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ഇപ്പം പറ്റുന്നില്ല. കാരണം സ്ഥിരമുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും കാണിക്കുമ്പോൾ കാണുന്നവർക്കൊരു ബോറിംഗ് ആയിരിക്കും. ഇടുമ്പോൾ നമുക്കും അതിനൊക്കെ എന്നും ഈ കണ്ടൻറ്റ് തന്നെ കയറുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോയിലോട്ടൊന്നും പോകാത്തത്. ഇതാണ് വൈകുന്നേരത്തെ ഞങ്ങളുടെ കാഴ്ചകൾ. കാരണം കണ്ടില്ലേ, പച്ചപ്പും വൈകുന്നേരം ഇരുട്ടാവാറായപ്പോഴാണ് അപ്പൂനെയും കണ്ണപ്പനെയും അഴിച്ചുകൊണ്ട് വന്ന് കുളിപ്പിക്കുന്നത്. ഇത് എടുത്ത് വെച്ചിട്ട് തന്നെ 2-3 മാസങ്ങളായി. കാരണം എഡിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വച്ചിരുന്നത്. പിന്നെ വിചാരിച്ച് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇട്ടിരിക്കാം എന്ന് വിചാരിച്ച്. അപ്പൂവിൻ്റെ ആദ്യത്തെ കോലവും 2ാമത്തെ കോലവും നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് വച്ചിരുന്നത്. പിന്നെന്ത് പറയാൻ. കണ്ടാ, ഇതാണ് 2ാമത്തെ കോലം. 2ാമത്തെ കോലം എന്ന് വെച്ചാൽ ഇവിടെ അപ്പുറത്ത് വയലിൻ്റെ അങ്ങോട്ടാണ് കൊണ്ട് കെട്ടുന്നത്. അപ്പം അവിടെ 5 മിനിറ്റ് മേയ്ക്കാൻ വേണ്ടി അഴിച്ചു വിട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ മേയ്ക്കാൻ വേണ്ടി ഇടുന്നത്. കാരണം ഒരാളെ കെട്ടിയിട്ട് ഒരാളെ അവത്ത് വിടും, ഒരാൾ കെട്ടിയിട്ട് ഒരാളകത്ത് വിടും. കണ്ടില്ലേ ചിരി കണ്ട. വീഡിയോ എടുത്തപ്പോൾ അവനെ മനസ്സിലാവും, അവനെ കാണാൻ ആരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ചിരിക്കുന്നത്.
വീണ്ടും വന്ന് ചിരിക്കും. നോക്കിക്കോണേ, അപ്പുവാണ് ചിരിക്കണേന്നാണ് തോന്നുന്നത്. കണ്ണം കഴിച്ചോണ്ടിരിക്കുന്നു. അല്ല, കണ്ട 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 അവൻ ചിരിച്ച് ടാറ്റാ ബൈ ബൈ ഒക്കെ പറയുന്നു, കണ്ടോ? ടാറ്റാ ബൈ ബൈ കൂട്ടുകാരെ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ.